ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. പാട്രിയോട്ട് റിലീസ് ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കൊച്ചിയിൽ റെഡ് അലേർട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒട്ടുമിക്ക തിയേറ്ററുകളും ചുവന്നു തൊടുത്തിരിക്കുന്നു, എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യുന്നു, അഡീഷണൽ ഷോസ് ആഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു കാഴ്ച. പക്ഷേ പോരാ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എടുത്തു പറയാനുള്ള കാരണം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുമ്പോൾ ഇതാണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ആദ്യ ദിനം ലഭിച്ചത് ഏകദേശം 8 കോടിക്ക് അടുത്താണ് വേൾഡ് വൈഡ് കളക്ഷനായി വന്നത്. പലയിടത്തും ഇനിയും ഓപ്പണിങ്ങും ഒക്കെ നടക്കാനുണ്ട് ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യം. പക്ഷേ കേരളത്തിലെ അവസ്ഥ നമുക്ക് 2,80,00,000 രൂപയോളം മാത്രമാണ് ആദ്യ ദിനത്തിലേ വന്നിരിക്കുന്നത്. ശരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2 ബ്രഹ്മാണ്ഡ നായകന്മാർ ഒരുമിക്കുമ്പോൾ ഇതാണോ ഒരു മലയാളി എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാര്യങ്ങളെല്ലാം സ്മൂത്തും അടിപൊളിയുമായിട്ടാണ് പോകുന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എറണാകുളം ലുലു ആണെങ്കിലും ഫോറം മാൾ ആണെങ്കിലും വനിതാ വിനീത ആണെങ്കിലും ഷെനൈസ് ആണെങ്കിലും സിനിപോളിസ് ആണെങ്കിലും ചുവന്ന് തൊടുത്ത് കിടക്കുമ്പോഴും നമുക്ക് ബുക്കിംഗ് ഇപ്പോൾ മണിക്കൂറിൽ വരുന്നത് 3,500ഓളം മാത്രമാണ്. എമ്പുരാൻ പോലെയുള്ള സിനിമ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടിരുന്നു പീക്ക് ലെവലായിരുന്നു, മണിക്കൂറിൽ എത്രയായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കാം. അതിൻ്റെ മുകളിൽ പോകേണ്ട ഒരു സിനിമയാണ്. 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുമ്പോൾ ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ കാര്യങ്ങൾ ഒക്കെ മാറുമായിരിക്കാം. ഗംഭീരമായിട്ട് ഇതിൻ്റെ 4 ഇരട്ടി ടിക്കറ്റ് കിട്ടാനില്ലാത്ത റെക്കോർഡ് വരുമായിരിക്കാം. പക്ഷേ പ്രീസെയിലിൽ ഇവർ ഒരുമിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് മണിക്കൂറിൽ മിനിമം ഒരു 25,000 ടിക്കറ്റുകളെങ്കിലും വിറ്റ് പോകുമെന്നുള്ളതായിരുന്നു. അത് കാണുന്നില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും അതിൻ്റെ ഒരു കാരണം എന്ത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ പറയാം. ഇവിടെ കൊച്ചി ചുവന്ന് തൊടുത്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. സിനിമ അതിഗംഭീരമായിരിക്കും, ശക്തമായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഉറപ്പാണ്. കാരണം മഹേഷ് നാരായണനും ഇത്രയും സീനിയർ താരങ്ങളും അങ്ങനെ ഇത്രയും ഡേയ്സ് സ്പെൻഡ് ചെയ്ത് ഒരു സിനിമ ചെയ്യണമെങ്കിൽ അത് അമ്മാതിരി സംഭവം തന്നെയാണ്. ഹൈപ്പ് ലോ ആക്കി തന്നെയാണ് ഇവർ ഈ സിനിമയെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓരോ കാര്യത്തിലും നമുക്കത് മനസ്സിലായത്. ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ മികച്ച ഒരു സിനിമ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എന്തായാലും നല്ലൊരു വാർത്ത എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. വലിയ രീതിയിൽ റെക്കോർഡ് ഏരിയയിലാണ് റിലീസ് ചെയ്യുന്നത്. അതേപോലെ USA-യിലും ഗംഭീരമായിട്ടുള്ള തിയേറ്റർ ലിസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങളിൽ നിന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണ് എന്താണ് ഈ ഒരു സിനിമയ്ക്ക് ഇതുവരെ ആ പ്രതീക്ഷിച്ച ഒരു ബൂസ്റ്റ് അല്ലെങ്കിൽ ഒരു ബൂം വരാത്തത് എന്നുള്ളത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം. നമുക്കൊരു സംവാദവുമായി പോരാം. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് വരാം. ഗ്രീൻ മീഡിയാസ്.